നമസ്കാരം. കഴിഞ്ഞ ദിവസം CPIM-ന്റെ PB അംഗം സഖാവ് A. വിജയരാഘവൻ മലപ്പുറത്ത് നടത്തിയിട്ടുള്ള ഒരു പ്രസംഗത്തെ തുടർന്ന് CPIM ആകെ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്, പാർട്ടിയാണ്, വർഗീയവാദികളാണ്, സംഘപരിവാറിനെ സഹായിക്കുകയാണ് എന്ന മട്ടിലുള്ള വലിയ പ്രചരണം ഒരു കൂട്ടം മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാഷ് പാർട്ടിയുടെ നിലപാട് അതേപ്പറ്റി തിരുവനന്തപുരത്ത് കോവളത്തോ മറ്റോ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ വിശദീകരിക്കുകയുണ്ടായി. ഞാൻ ഇന്നലെ ചന്ദ്രിക പത്രത്തിൻ്റെ പ്രധാന വാർത്ത 8 കോളം ബാനർ ന്യൂസ് വായിക്കുകയുണ്ടായി. അപ്പോൾ അവരത് പറയുന്നത് ഇത് തന്നെയാണ്, വർഗ രാഷ്ട്രീയമൊക്കെ വിട്ടു, ഇപ്പോൾ വർഗീയ രാഷ്ട്രീയമാണ്. നേതാക്കൾ എല്ലാവരും പറയുന്നു വർഗീയത പറയുകയാണ്, മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുകയാണ്, ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുകയാണ് CPM, അത് BJPക്ക് സഹായം ചെയ്യുകയാണ് എന്ന മട്ടിലാണ്. ഞാനത് അരിച്ചു പെറുക്കി വായിച്ചിട്ടും എന്താണ് ഈ നേതാക്കൾ പറഞ്ഞത് എന്നതിനെ പറ്റി കാര്യമായിട്ടൊന്നും പറയുന്നില്ല. ഇതിങ്ങനെ ഈ ആക്ഷേപങ്ങൾ ഇങ്ങനെ ചുരിയുകയാണ്. ഗോവിന്ദമാഷ് പറഞ്ഞതിൻ്റെ ഒരു ചെറിയ വാർത്ത ഞാൻ നിങ്ങളുമായി ഇപ്പോൾ പങ്കുവെക്കുന്നത് ഇന്നലത്തെ ദേശാഭിമാനിയിൽ വന്നതാണ്. അത് വലിയ ഫ്രണ്ട് പേജിലൊന്നല്ല, ഉൾപേജിലാണ്. ഈ കാര്യത്തിൽ പാർട്ടിയുടെ നിലപാട് വളരെ കൃത്യമായി വിജയരാഘവനാകട്ടെ, ഗോവിന്ദമാഷാകട്ടെ, മറ്റ് നേതാക്കളാകട്ടെ നിരവധി സന്ദർഭങ്ങളിൽ സൂചിപ്പിച്ചതാണ്. CPIM എല്ലാ കാലത്തും ഹിന്ദു വർഗീയതയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ വിപത്ത് എന്ന് വിശ്വസിക്കുകയും അതിനെതിരായ നിരന്തര പോരാട്ടം സംഘടിപ്പിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് എന്ന് എല്ലാവർക്കും അറിയാം. നോക്കൂ, നമുക്കൊരു സെമിനാറിൽ ഏത് വർഗീയതയാണ് ഏറ്റവും ദോഷം, മോശം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു ചോദ്യോത്തര പങ്ക്തിയിൽ നമുക്ക് നൽകാവുന്ന ഉത്തരം എല്ലാ വർഗീയതയും തെറ്റാണ്, യാതൊരു സംശയമില്ല. എല്ലാ വർഗീയതയും എതിർക്കപ്പെടേണ്ടതാണ്, അത് രാഷ്ട്രീയത്തെ മതവുമായി കൂട്ടിക്കലർത്തുകയാണ്, അഥവാ മതത്തെ രാഷ്ട്രീയത്തിൽ കൂട്ടിക്കലർത്തുകയാണ്, ആധുനിക വിരുദ്ധമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ CPIM അങ്ങനെ മാത്രം പറഞ്ഞു നിൽക്കുന്ന ഒരു പാർട്ടിയല്ല. എന്തുകൊണ്ടല്ല? വർഗീയത ഒരു സെമിനാർ വിഷയമല്ല. അത് നമ്മുടെ ഒരു ജീവിതത്തിൽ പ്രാക്ടിക്കലായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ജീവിതത്തിൻ്റെ മുമ്പിലുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഹിന്ദു വർഗീയതയാണ് ഏറ്റവും വലിയ വിപത്ത് എന്ന് പറയാൻ യാതൊരു മടിയുമില്ലാത്ത പ്രസ്ഥാനമാണ് CPIM. അത് എപ്പോഴെങ്കിലും പാർട്ടി മറച്ചു വെച്ചിട്ടുണ്ടോ? ഹിന്ദു വർഗീയതയെയാണ് നാം ഹിന്ദുത്വ എന്ന് വിളിക്കുന്നത്. അതും ഹിന്ദുയിസവും ഒന്നല്ല. പാർട്ടി ഹിന്ദുയിസത്തിനെതിരല്ല, ഹിന്ദുത്വത്തിനെതിരാണ്. ഇന്ത്യയുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ശത്രു ഹിന്ദുത്വയാണ്, അഥവാ ഹിന്ദു വർഗീയതയാണ് എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഹിന്ദുത്വക്കെതിരായി ഏത് രാഷ്ട്രീയ മുന്നേറ്റങ്ങളും സംഘടിപ്പിക്കാനും അതുമായി ഒത്തുപോകാനും CPIM പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ആവർത്തിച്ച് പറയുന്നു. സഖാവ് വിജയരാഘവന്റെ 1.5 മണിക്കൂർ നീണ്ടു നിന്ന പ്രസംഗത്തിലെ മഹാഭൂരിപക്ഷം സമയവും അദ്ദേഹം ചെലവഴിച്ചത് ഈ കാര്യം പറയാനാണ്. കൂട്ടത്തിൽ കേരളത്തിൻ്റെ സവിശേഷമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, പാർട്ടി നേതാക്കൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കൗണ്ടർ പാർട്ടായി ചില മുസ്ലിം തീവ്രവാദ സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമി RSSന്റെ സംഘപരിവാറിൻ്റെ ഒരു മറുപുറമാണ്. അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്താ? അത് ഒരു മതരാഷ്ട്രവാദം തന്നെയാണ്, ഇസ്ലാമിക് സ്റ്റേറ്റാണ്. RSSന് ഹിന്ദു രാഷ്ട്രം ഇന്ന് പച്ചയ്ക്ക് പറയാൻ പറ്റുന്നത് പോലെ ജമാഅത്തെ ഇസ്ലാമിക്ക് പറയാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് പച്ചയ്ക്ക് പറയുന്നില്ല എന്നേ ഉള്ളൂ. നിങ്ങൾ നോക്കൂ, ഒരു 10-25 കൊല്ലം മുമ്പേ ഇന്നത്തേതുപോലെ BJPയുടെ സംഘപരിവാറിൻ്റെ നേതാക്കൾ നാഴികയ്ക്ക് 40 വട്ടം ഹിന്ദു രാഷ്ട്രം വേണമെന്ന് പറഞ്ഞിട്ടില്ല. അവർക്കത് പറയാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ആ സാഹചര്യം വന്നു അവർ പറയാൻ തുടങ്ങി. ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക്, SDPIക്കാർക്ക് ഇപ്പോഴത് പറയാനുള്ള ഒരു ചുറ്റുപാടില്ല, അതുകൊണ്ട് അവർ പറയുന്നില്ല. പക്ഷെ അവർ മതരാഷ്ട്രവാദികളാണ്. ആ മതരാഷ്ട്രവാദികളെ RSSനെ എതിർക്കുന്നത് പോലെ തന്നെ എതിർത്തു പോകേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ അത് കൊണ്ടും കൊടുത്തും വളരും. CPIM ഉന്നം വയ്ക്കുന്നത് ഇസ്ലാമിനകത്തെ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന വർഗീയ പ്രസ്ഥാനങ്ങളെയാണ്. വിശേഷിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ രൂപം കൊള്ളുന്ന ഒരു ആശയലോകത്തെ അത് ഉണ്ടാക്കുന്ന ഒരു പ്രായോഗിക പ്രവർത്തനങ്ങളെ ഞങ്ങൾ എതിർക്കുന്നു. ഇന്നത്തെ ചില തെരഞ്ഞെടുപ്പുകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ നോക്കൂ, വയനാട്ടിലെ ഇലക്ഷൻ ആകട്ടെ, പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പാകട്ടെ, ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം
ജമാഅത്തെ ഇസ്ലാമിയും SDPIയും കോൺഗ്രസിനും ലീഗിനും UDFനും എല്ലാം പിന്തുണ കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്താലോ? ഇവരുള്ളത് കൊണ്ടാണ് അവർ ജയിച്ചു പോയത് എന്നല്ല. അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ല. അത് അവർക്ക് ഉള്ളതിനേക്കാൾ വലുപ്പം കൽപ്പിക്കലാവും. ഏതെങ്കിലും ഒരു CPIM നേതാവ് അങ്ങനെ പറയുമോ? ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായത് കൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി ജയിച്ചത്, അഥവാ പാലക്കാട്ട് UDFന്റെ സ്ഥാനാർത്ഥി ജയിച്ചത് എന്നല്ല. പിന്നെയോ അവരുടെ വോട്ട് കൂടി ചേർന്നാണ് ജയിച്ചത് എന്നാണ്. ഇതൊക്കെ ചെറിയ ചില വാക്കുകളുടെ കാര്യമാണ്. പക്ഷെ വേണമെങ്കിൽ എതിരാളികൾക്ക് വ്യാഖ്യാനിക്കാൻ പറ്റാവുന്ന തരത്തിൽ അവരുടെ വോട്ട് കൂടി ഉണ്ട്. അതൊരു യാഥാർത്ഥ്യമല്ലേ? പാലക്കാട് SDPI അല്ലേ ആദ്യം സന്തോഷം പ്രകടിപ്പിച്ചു വന്നത്? അങ്ങനെ വന്നാലോ? നോക്കൂ, മുസ്ലിം ലീഗ് പോലും വർഗീയ പ്രസ്ഥാനമാണ് എന്ന അഭിപ്രായം CPIMനില്ല. അവരിൽ പലരും, പല നേതാക്കളും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് വോട്ട് കിട്ടാൻ വേണ്ടി മതത്തെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതാത് സന്ദർഭങ്ങളിൽ ഞങ്ങളത് തുറന്നു കാണിച്ചിട്ടുണ്ട്. ആരോപണം, ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്, വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അത് തെറ്റാണ്. പക്ഷെ അവർ മതരാഷ്ട്രവാദികളല്ല. കോൺഗ്രസും പലപ്പോഴും മൃദുവായിട്ടുള്ള മത താല്പര്യങ്ങളെ രാഷ്ട്രീയത്തിന് വോട്ടിന് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ അടിത്തറ എന്ന് പറയുന്നത് മതനിരപേക്ഷതയാണ്. എന്താണ് അതിൽ സംശയം? അതുകൊണ്ട് CPIM നേതാക്കൾ വിജയരാഘവൻ ഉൾപ്പെടെ മുന്നോട്ട് വെച്ച വിമർശനം എന്താണ്? ആ വിമർശനം ഗോവിന്ദൻ മാഷ് അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ പത്രസമ്മേളനത്തിൽ അഥവാ പത്രക്കാരോടുള്ള സംസാരത്തിൽ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? മുസ്ലിം സമുദായത്തിനകത്തെ മഹാഭൂരിപക്ഷം മനുഷ്യർ, മഹാഭൂരിപക്ഷം സംഘടനകൾ മുസ്ലിങ്ങളായിരിക്കെ തന്നെ, അത് സ്വാഭാവികമല്ലേ, മുസ്ലിങ്ങളായിരിക്കെ തന്നെ മതരാഷ്ട്രവാദത്തിനെതിരായി നിൽക്കുന്നവരാണ്. സമസ്ത പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തെ തുറന്നെതിർക്കുകയാണ്. അവർ അതിനുവേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന മട്ടിലാണ്. സ്വാഭാവികമായും അത്തരം ആളുകൾ മതനിരപേക്ഷവാദികളാണ്. അവരുടെ പലരുടെയും വോട്ട് UDFന് കിട്ടിയിട്ടുണ്ടാവും. അത് കിട്ടാനുള്ളൊരു കാരണം എന്താ? ഇന്നത്തെ സവിശേഷമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ BJP അധികാരത്തിൽ വരരുത് എന്ന് കരുതുന്ന ഇത്തരം ആളുകൾ പ്രാക്ടിക്കലായി പിന്നെ വരാൻ സാധ്യത കോൺഗ്രസിനാണ് എന്ന് കരുതി കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ടാകും. അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, BJP എന്തുകൊണ്ട് വരരുത് എന്ന അവരുടെ ആശങ്ക ഒരുപക്ഷെ UDFനേക്കാൾ കോൺഗ്രസിനേക്കാൾ ഉച്ചത്തിൽ ഇന്ത്യയിൽ ഉയർത്തുന്ന പ്രസ്ഥാനം CPIM ആണ്. അതാണ് ഇടതുപക്ഷത്തിന്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു പ്രാധാന്യം, പ്രസക്തി എന്ന് പറയുന്നത്. കോൺഗ്രസ് പലപ്പോഴും ഇതിനെ ഒരു തെരഞ്ഞെടുപ്പിന്റെ വോട്ടിന്റെ കാര്യമായി മാത്രം കാണുമ്പോൾ BJP വിരുദ്ധ രാഷ്ട്രീയ മുന്നണിയുടെ സൈദ്ധാന്തികമായ അടിത്തറ വിപുലീകരിക്കുന്നതിന് ഇടതുപക്ഷത്തിന്റെ വലുപ്പം, പ്രാധാന്യം വർദ്ധിക്കണം എന്നാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷത്തിന് മാത്രമായി ആ യുദ്ധം, ആ സമരം ഇന്ന് നയിക്കാനാകില്ല. തീർച്ചയായിട്ടും കോൺഗ്രസിന് അതിൽ നിർണായകമായ റോളുണ്ട്. പക്ഷെ കോൺഗ്രസിന്റെ ദൗർബല്യം എന്താണ്? അവർ പലപ്പോഴും BJP വിരുദ്ധ, സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തെ ഒരു തെരഞ്ഞെടുപ്പ് വിഷയം മാത്രമാക്കി ചുരുക്കുന്നു. അതങ്ങനെയല്ല. യഥാർത്ഥത്തിൽ BJPയും സംഘപരിവാരും ആക്രമിക്കുന്നത് അഥവാ ദുർബലമാക്കുന്നത് പാർലമെന്റ് പോലെയുള്ള സ്ഥാപനങ്ങളെ മാത്രമല്ല, ഇന്ത്യ നിലനിൽക്കാൻ പ്രാപ്തമായിട്ടൊരു പബ്ലിക് റീസൺ ഉണ്ടല്ലോ, ഒരു പൊതുബോധമുണ്ടല്ലോ. ആ പബ്ലിക് റീസണെയാണ് യഥാർത്ഥത്തിൽ സംഘപരിവാർ ഉന്നം വയ്ക്കുന്നത്, ആക്രമിച്ച് ദുർബലപ്പെടുത്തുന്നത്. അതിനെയാണ് നമുക്ക് ശക്തിപ്പെടുത്തേണ്ടതായിട്ടുള്ളത്. അതൊരു തെരഞ്ഞെടുപ്പ് വിഷയം മാത്രമല്ല. അതിനെ ശക്തിപ്പെടുത്താൻ, ആ പബ്ലിക് റീസണെ ശക്തിപ്പെടുത്താൻ ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം വർദ്ധിക്കണം. ഇതാണ് BJP വിരുദ്ധ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം ഉണ്ടാകേണ്ടതിൻ്റെ, ശക്തിപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയെ ഊന്നി പറഞ്ഞുകൊണ്ട് CPIMന്റെ നേതാക്കൾ പറയാറുള്ളത്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അത്തരമൊരു ഒരു കാര്യം വിശദീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ പറയുന്ന ഒരു കാര്യം എന്താ? SDPI പോലെയുള്ള ഒരു സംഘടനയുടെ അഥവാ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള ഒരു സംഘടനയുടെ പിന്തുണ UDFന് കിട്ടിയാൽ എന്ത് സംഭവിക്കും? 100, 100, 500, 1000, 2000 വോട്ട് വർദ്ധിക്കുമായിരിക്കും. അതുകൂടി ചേർന്ന് ജയിച്ചു പോയാലോ? ഞാൻ വീണ്ടും പറയാണ്, അതുകൊണ്ട് മാത്രം ജയിച്ചു എന്നല്ല, അതുകൂടി ചേർന്ന് ജയിച്ചു പോയാലോ? ആ ജയത്തിൽ അവർ അവകാശവാദം ഉന്നയിക്കില്ലേ? ഉന്നയിച്ചല്ലോ, ഇപ്പോഴും ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അവരുടെ താല്പര്യങ്ങൾക്ക് കീഴ്പ്പെടേണ്ടി വരില്ലേ? അങ്ങനെ വന്നാൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകളുടെ, കോൺഗ്രസിന്റെ പറയണ്ട, അവരുടെ ഭാവിയെ അത് ബാധിക്കും. അത് ബാധിച്ചാലോ അത് അവരെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല, അത് കേരളത്തിൻ്റെ സെക്കുലർ ഫാബ്രിക്കിനെ ബാധിക്കും, പൊതുബോധത്തെ ബാധിക്കും. ഇതാണ് നാം ഉന്നയിക്കുന്ന വിമർശനം. അതുകൊണ്ട് CPIM
RSSനെ തള്ളിപ്പറയുന്നു. അതാണ് ഒന്നാമത്തെ വിപത്ത് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ പരോക്ഷമായി RSSന്റെ രാഷ്ട്രീയത്തിന് വെള്ളവും വളവും നൽകുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തെയും തള്ളിപ്പറയുന്നു. നമ്മുടെ ആവശ്യം എന്താണ്? മുസ്ലിം സമുദായത്തിൽ ഉൾപ്പെടെയുള്ള മതനിരപേക്ഷവാദികൾ ഉയർത്തേണ്ടുന്ന ഒരു കാര്യം, UDFും കോൺഗ്രസും ലീഗും ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ, തീർച്ചയായിട്ടും അവർക്ക് ഇടതുപക്ഷത്തോട് രാഷ്ട്രീയ വിയോജിപ്പുകളുണ്ട്, തിരിച്ചുകൊണ്ടല്ലോ, അത് സ്വാഭാവികമാണ്. പക്ഷെ ആ പ്രസ്ഥാനങ്ങളിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിന്റെ പിന്തുണ കൂടിച്ചേർന്നാൽ, കൂടിക്കലങ്ങിയാൽ അതുണ്ടാക്കുന്ന ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ എന്താണ്? ഈ പ്രത്യാഘാതങ്ങളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ CPIM മുസ്ലിം വിരുദ്ധരാണ് എന്ന് പറയുന്നതിൻ്റെ പിറകിലെ കക്ഷി രാഷ്ട്രീയം, ആ താല്പര്യം കേരളത്തെ എങ്ങനെയാണ് ബാധിക്കുക? ഞാൻ പറഞ്ഞല്ലോ, വാർത്ത ഇങ്ങനെ ഈ പൊന്തയിൽ തല്ലുക എന്ന് പറയും. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. എന്താണ് ഏതാണ് എന്ന് പറയില്ല. വ്യാപകമായ തോതിൽ മുസ്ലിം വിരുദ്ധമായി CPM നേതാക്കൾ സംസാരിക്കുന്നു എന്ന ഒരു നരേഷൻ വരുമ്പോൾ സ്വാഭാവികമായും ആഴത്തിലും പരപ്പിലും കാര്യങ്ങളെ കാണാത്ത ബഹുജനങ്ങൾ അതിൽ സ്വാധീനിക്കപ്പെടാനിടയുണ്ട്. ഇന്നത്തെ കേരളത്തിൻ്റെ ഒരു അവസ്ഥ എന്താ? നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും RSSനെ, സംഘപരിവാറിനെ വിമർശിക്കാം. അതിനിടയിൽ സംഘപരിവാറിന് വളം നൽകുന്ന ഇസ്ലാമിക വർഗീയവാദത്തെ, ഇസ്ലാമിസത്തെ അല്ല, ഇസ്ലാമിക വർഗീയവാദത്തെ ആരെങ്കിലും ചെറിയ തോതിൽ എതിർത്താൽ സംഘടിതമായി വന്ന് അവർ സംഘികളാണ് എന്ന് ചാപ്പ കുത്തുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ട്. ആരൊക്കെ ചാപ്പ കുത്തിയിട്ടുണ്ട്? പിണറായി വിജയനെ ചാപ്പ കുത്തി, നേരത്തെ EMSനെ, VS അച്യുതാനന്ദനെ, ഇങ്ങനെ ആരെല്ലാമാണോ മതരാഷ്ട്രവാദത്തെ വിമർശിക്കുന്നത്, എതിർക്കുന്നത്, അവരെ എല്ലാം സംഘി ചാപ്പ കുത്തുന്ന ഒരു രീതി മാധ്യമം പത്രത്തിൻ്റെ, മീഡിയ വണ്ണിൻ്റെ, ജമാഅത്തെ ഇസ്ലാമിയുടെ ബുദ്ധി കേന്ദ്രത്തിൻ്റെ സഹായത്തോടെ ചില ലിബറൽ ലെഫ്റ്റ് എന്ന് അവകാശപ്പെടുന്ന ബുദ്ധിജീവികളുടെ എല്ലാം പിന്തുണയോടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. CPIMന്റെ നിലപാട് വളരെ വ്യക്തമാണ്. ഞാൻ വീണ്ടും ഗോവിന്ദൻ മാഷുടെ ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ ആ പ്രസ്താവന മാധ്യമങ്ങളുമായി സംസാരിച്ച കാര്യം നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുകയാണ്. അതൊന്ന് വായിച്ചാൽ പാർട്ടിയുടെ നിലപാട് മനസ്സിലാവും. അതാണ് പാർട്ടിയുടെ നിലപാട്. അതിൻ്റെ അപ്പുറത്തോ ഇപ്പുറത്തോ ഇല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കണം. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഈ പരിശ്രമങ്ങളെ നല്ലതുപോലെ കരുതിയിരിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്.